നമസ്കാരം, ഞാൻ ബൈജു നായർ. സംസാരം എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ജനിച്ചു വളർന്ന ചില കമ്പനികളുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കമ്പനികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കമ്പനി മാറിയിട്ടുണ്ട്. ആ കമ്പനിയുടെ മുതലാളി എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ഫൗണ്ടറുമായ മാത്യു ജോസഫാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആ കമ്പനിയുടെ പേര് ഫസ്റ്റ് ഹോം എന്നാണ്. നമസ്കാരം. നമസ്കാരം. ഈ പറഞ്ഞ പോലെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ മുതലാളി ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ. സാധാരണ കേരളത്തിലെ വലിയ മുതലാളിമാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ കാര്യമാണെന്ന് തന്നെ പറയാം. കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ച മീനും ഇറച്ചിയും ഓൺലൈനിൽ വിറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയ ഒരു കമ്പനിയാണ് ഫസ്റ്റ് ഹോം, അല്ലേ? ഉറപ്പായിട്ടും അല്ലേ. പക്ഷെ എന്നാലും പക്ഷേ തലക്കനൊന്നുമില്ല. ആ മുതലാളി എന്ന വിളി ഇച്ചിരി കൂടി പോയി. അല്ല, ഈ ഫിഷിൻ്റെ ഒക്കെ മേഖലയിൽ എല്ലാവരും മുതലാളി എന്നൊക്കെ അല്ലേ അറിയപ്പെടുന്നത്? അല്ലേ? അങ്ങനെയില്ലേ? അങ്ങനെ ഓക്കെ. ഒരു മീൻ കച്ചവടക്കാരെന്നല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കായലിൽ നിന്ന് കിട്ടുന്ന ഒരു മീനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, എലച്ചിൽ എന്നാണ് പറയണത്. നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന മാന്തൽ എന്ന് പറയുന്നതിൻ്റെ കായലിലെ ഫോമാണ്. കുറച്ചുകൂടി റൗണ്ട് ഷേപ്പാണ്. ശരി. ആ എലച്ചിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ഞാൻ കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ജനിച്ചതുകൊണ്ടായിരിക്കും ഒരു കായലിലെ മീൻ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. എൻ്റെ നാട്ടിലെ ലോക്കലായി വിൽക്കുന്ന ചേച്ചിമാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് എലച്ചിൽ എവിടെ വന്നാലും വീട്ടിലെത്തും. ശരി. പക്ഷേ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മീൻ ഏതായിരിക്കും? മത്തിയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ആണോ? മത്തിയാണോ മലയാളികളുടെ നമ്പർ 1 മത്തിയാണ്. രണ്ടാമത്തെ സ്ഥാനം നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു മീനാണ്. പറയാൻ പറ്റുമോ? മലയാളികൾക്ക് അല്ല, ബാസയാണ്. ആണോ? ബാസ മലയാളി അല്ലല്ലോ അല്ലേ? ബാസ ഞങ്ങൾ വളർത്തുന്ന ബാസ കേരളത്തിൽ തന്നെ നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മുടെ ബാസ തന്നെയാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. പക്ഷേ മത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ബാസയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ബാസ എന്ന് കേട്ടിട്ട് പോലും ഒരു 5 വർഷമൊക്കെ ആയി കാണുള്ളൂ, അല്ലേ? അതിന് മുമ്പ് ഉണ്ടോ? ബാസ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതും മുഴുവൻ വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തും ബാസയാണ്. എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും ചെന്നാൽ മീൻ ചോദിച്ചാൽ ബാസ എന്ന് പറയും. ആ ബാസയെ തന്നെ നമ്മൾ ഇന്ത്യയിൽ വളർത്തുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഫ്രഷ് ഹോം തന്നെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളൂരുള്ള ഏരിയയിൽ ഞങ്ങൾ ബാസ വളർത്തുന്നുണ്ട്, കർഷകരുമായി സഹകരിച്ചുകൊണ്ട്. ആ ബാസയാണ് ഇപ്പോൾ കേരളത്തിലെ ഫ്രഷ് ഹോമിൻ്റെ നമ്പർ 2 മീനിൻ്റെ ഐറ്റത്തിൽ. ശരി. അപ്പോൾ പണ്ട് തൊട്ട് ഇപ്പം മാത്യു മത്സ്യങ്ങളുടെ മേഖലയിൽ വന്നതിന് ശേഷം അന്ന് തൊട്ട് ഈ ബാസ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും കണ്ടുവരുന്നുണ്ടായിരുന്നോ? അതോ? കണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിയറ്റ്നാം ഇത് ബാസ ഞങ്ങൾ വളർത്തണമെന്ന് തീരുമാനിക്കാൻ കാര്യം, ഒരു വർഷം മുമ്പുള്ള ഡാറ്റ എടുത്തപ്പോൾ ഇന്ത്യയിലേക്ക് വിയറ്റ്നാമിൽ നിന്ന് 503 കണ്ടെയ്നർ ബാസ ഫില്ലറ്റാണ് ഒരു വർഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. ബാസ ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ ബാസ മീനിൻ്റെ 25-30% കിട്ടുള്ളൂ. അതായത് 503 കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ 2000 കണ്ടെയ്നർ ബാസ ഹോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും വലിയ ഒരു തോതിൽ ബാസ ഈ നാട്ടിൽ ഓടുന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കണമല്ലോ എന്നായി ഞങ്ങളുടെ ഒരു ചിന്ത. അത് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് എത്രയുമേ കുറയ്ക്കണം. അപ്പോൾ അതിനും കൂടി ഒരു ബലമാകട്ടെ. പിന്നെ ഇത് വളർത്തുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, നമ്മൾ വളർത്തുന്ന കർഷകരുണ്ട്, അവർക്കും കൂടി ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊരു 10 കർഷകരുമായി ചേർന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ ബാസ വളർത്താൻ തുടങ്ങിയത്. പക്ഷെ അന്നും ഞങ്ങൾ ഓർത്തിരുന്നില്ല മലയാളികൾ ബാസയെ ഇങ്ങനെ സ്വീകരിക്കുമെന്ന്. കാരണം ഒരു വളർത്തു മീനിനോട് നമുക്ക് പൊതുവെ ഒരു അതിർത്തി ഉണ്ടല്ലോ. മലയാളികൾ പൊതുവെ കടലിൽ നിന്ന് കിട്ടുന്ന മീനിനോട് താല്പര്യമുള്ളവർ. പക്ഷെ ബംഗാളികളൊക്കെ 98% വളർത്തു മീനുകളാണ് അവർ കഴിക്കുന്നത്. ആന്ധ്ര അവിടെയൊക്കെ ഒരു 50% അത്. പക്ഷെ നമ്മുടെ നേരെ തിരിച്ചാണ്. ആ തിരിച്ചുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്വീകരണമാണ് കേരളത്തിൽ ഫ്രഷ് ഹോമിൽ ബാസയ്ക്ക് കിട്ടിയത്. ശരി. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതൽ മീൻ കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ മീൻ കഴിക്കുന്നത് നമ്മളും. ഏറ്റവും കൂടുതൽ ഒരു ഇത് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപാണ്. അത് കഴിഞ്ഞാൽ കേരളവും ബംഗാളുമാണ്. ബംഗാളിലെ ബ്രാഹ്മണർ പോലും എല്ലാവരും മീൻ കഴിക്കുമല്ലോ. എല്ലാവരും വെജിറ്റേറിയൻ മീനാണ് അടുത്തത്. വെജിറ്റേറിയൻ മീനാണ്. അപ്പോൾ മാത്യുവിൻ്റെ ജീവിതകഥയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ചാനലുകൾ, ഇഷ്ടംപോലെ ആളുകൾ ആ കഥയൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ചേർത്തലയ്ക്ക് അടുത്ത് പള്ളിപ്പുറം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. അവിടെ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അംബാസഡർക്കാർ സ്ഥിരമായി നാട്ടിലൂടെ ഓടിപ്പോകുന്നു. അതിൽ ഇരിക്കുന്ന ആളിനെ എല്ലാവരും കൈ കാണിക്കുന്നു. അങ്ങനെ വിഷയം ആരാന്ന് അന്വേഷിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്ന് ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹം മനസ്സിൽ കൂടിയ ആളാണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ലെവലിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അന്ന് അംബാസഡർക്കാർ കണ്ട് മോഹിച്ചാണ് ഒരു ബിസിനസ്സുകാരനാകണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ആദ്യമായിട്ട് വാങ്ങിച്ച വാഹനം ഏതായിരിക്കും? മാരുതി 800 ആണ്. ഏത് കാലത്തത്? എനിക്ക് തോന്നുന്നു ഒരു
98-2000 ആയിരിക്കും എന്നാണ് എൻ്റെ ധാരണ കേട്ടോ. ശരി. അതിനുശേഷം ധാരാളം ലോറികളും മറ്റും ഇടയ്ക്ക് ഒരു എന്താ പറയുക എക്സ്പോർട്ടർ എന്നുള്ള ഒരു ലെവലെത്തിയപ്പോൾ വാങ്ങിക്കുകയുണ്ടായി. വലിയ ലൈലാൻഡ് ലോറിയും വലിയ ഇൻസൈഡ് വലിയ ലോറികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞ ഓൺലൈൻ ഒരു ഫ്രഷ് ഫിഷിൻ്റെ സ്റ്റോറിൻ്റെ മുതലാളിയായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏത് വണ്ടി ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു ബെൻസ് ഉണ്ട്, സ്കോഡ ഉണ്ട്, പിന്നെ ഹുണ്ടായി ഉണ്ട്. നമ്മൾ അന്ന് കണ്ട LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ട മുതലാളി ഇപ്പോഴും മുതലാളിയാണോ? അല്ല 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 ആണല്ലേ. ഇടയ്ക്ക് അങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം എന്താ പറയേണ്ടത് മാത്യുവിൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഫിഷിൻ്റെ എക്സ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് അതിങ്ങനെ നന്നായി പോകുന്ന സമയത്താണ് ലോകത്തിൽ ഈ സാമ്പത്തിക മാന്ദ്യം വരികയും അങ്ങനെ ഈ ഉള്ളതെല്ലാം വിൽക്കുകയും ചെയ്തൊരവസരം ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? കാരണം എല്ലാം ഉണ്ടാക്കിയെടുത്തു. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഫിഷിൻ്റെ ഒരു മേഖല തന്നെയായിരുന്നു. ആ മേഖലയിൽ നമ്മൾ വിചാരിച്ച പോലെ കയറി വന്നു. പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് വീടും പറമ്പും മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനസികമായിട്ട് ഭയങ്കര തകർന്ന് നിൽക്കലാണല്ലോ പൊതുവെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മേഖല മാറുന്നൊരു പതിവുണ്ടോ? ഇതൊന്നും ഉണ്ടായില്ല. തകർന്നില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തകർന്നു. വിഷമവും സങ്കടമൊക്കെ ഉണ്ടായ കാലങ്ങളാണത്. ഇപ്പോഴും നിങ്ങൾ ചേർത്തലയിൽ നിന്ന് അരൂർക്ക് ഹൈവേ കൂടി പോരുമ്പോൾ എരമല്ലൂർ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. എരമല്ലൂർ ജംഗ്ഷൻ മെയിൻ കണ്ണായൊരു സ്ഥലം എൻ്റെതായിരുന്നു. ഞാൻ കൊടുത്തയാൾ ഇപ്പോൾ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. നിങ്ങളവിടെ ചെന്നാൽ എൻ്റെ മുന്നാധാരം എടുത്ത് എൻ്റെതാണ്. ഞാൻ പക്ഷേ അന്നൊക്കെ ആ സമയത്ത് അതിലെ കൂടി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന്. പക്ഷേ അന്ന് ഞാനത് വിറ്റത് ഞാൻ കടപ്പുറത്ത് ആൾക്കാർ പൈസ കൊടുക്കാൻ വേണ്ടി. കാരണം എനിക്ക് നഷ്ടം വന്നെന്ന് പറഞ്ഞ് കടപ്പുറത്തെ ആൾക്കാരോട് നമുക്ക് പൈസ ഇല്ലെന്നോ അല്ലെ കുറച്ച് തന്നെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പാവങ്ങൾ നമ്മുടെ പൈസ ആയിട്ടാണ് ജീവിക്കുക. അത്രയും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലമൊക്കെ വിറ്റു. അത് മാത്രമല്ല അതും വിറ്റിട്ട് അതൊരു മെയിൻ സ്ഥലമായിരുന്നു. ആ സ്ഥലം വിറ്റിട്ടും പൈസ കൊടുത്തു. അന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് എനിക്ക് മനസ്സിലായി ഞാനത് വിറ്റ് കടപ്പുറത്ത് സമയത്ത് പൈസ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ചരക്കെടുക്കാൻ ചെന്ന ഒരു കടപ്പുറത്തും മാത്യുവിനാണോ ചരക്കെന്നേ ചോദിക്കുകയുള്ളൂ. അല്ലെ എപ്പോൾ പൈസ തരുമ്പോൾ നമ്മളോട് ഇന്ന് വരെ ഒരാളും ചോദിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഞാനുണ്ടാക്കിയത് തന്നെയാണെങ്കിലും അതൊക്കെ അന്ന് വിറ്റിട്ട് അവരുടെ പൈസ കൊടുത്തു എന്നതിൽ നിന്നുണ്ടായ ഒരു വിശ്വാസമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഓൺലൈനിൽ ഇത് വിൽക്കുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റി ആലോചിക്കുകയും C2 ഹോം എന്ന് പറഞ്ഞ ഒരു കമ്പനി ആദ്യം തുടങ്ങുകയും ചെയ്തത്. എനിക്കൊന്ന് അതിനുശേഷം ഫ്രഷ് ടു ഹോം വന്ന സമയത്ത് ഇത് ഏകദേശം ഈ പേരിനോട് സാമ്യമുള്ള ചില ഓൺലൈൻ കമ്പനികൾ തുടങ്ങിയിരുന്നു അല്ലേ? അതെന്തെങ്കിലും ഇപ്പോൾ ബാക്കിയുണ്ടോ? ഇല്ല, അങ്ങനെ മെയിനായിട്ട് തുടങ്ങിയവരൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള തുടങ്ങിയവരും ഞങ്ങളെല്ലാം B2C-കാരാണ്, ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സാണ്. ചില കമ്പനികളിപ്പോൾ B2B ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹോട്ടലുകൾക്കും അങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നവരായിട്ടുണ്ട്. നമ്മൾ പക്ഷേ കംപ്ലീറ്റും B2C-ആണ്. 99.8% B2C-ആണ്. എന്താണ് ഫസ്റ്റ് ഹോമിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഈ കമ്പനികളൊക്കെ പൂട്ടിപ്പോയെങ്കിലും നമ്മളിപ്പോൾ 1200 കോടി രൂപയോളം വിറ്റുവരവുള്ള കമ്പനിയായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉയർച്ച പ്രാപിച്ചതിൻ്റെ പിന്നിൽ എന്തായിരിക്കും? നമ്പർ 1 ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു C2 ഹോം. അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബിസിനസ് തുടങ്ങാൻ പോണ പിള്ളേരോട് പറയും ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സാധനം പണ്ടത്തെ ഒരു നിലവാരമാണ് അല്ലേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകരുത്. നമ്മളൊരു ടീം വർക്ക് ഉണ്ടാകണം. അത് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം ഞാൻ പറയാം, ഞാൻ സീ ഫുഡിൽ വന്ന കാലത്ത് എന്നേക്കാൾ വലിയ എത്രയോ എക്സ്പോർട്ടർമാരുണ്ട് ഇവിടെ സീ ഫുഡിന്. അവർക്കൊന്നും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞതിൻ്റെ മെയിൻ ഞാൻ കാണുന്നത്, ഒരു പക്ഷേ മറ്റു കാരണങ്ങളുണ്ടാവുക, ഞാൻ കാണുന്നത് ഒരു കമ്പനികൾ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ മാനേജ് ചെയ്യുന്ന കമ്പനികളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒരു കുടുംബ ബിസിനസ്സാണ്. ഇപ്പോഴും ഭൂരിപക്ഷം അങ്ങനെ തന്നെ പോകുന്നു. കുറച്ചൊക്കെ ഈ സീ ഫുഡിനകത്ത് മുഴുവൻ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ചില പറ്റിയാലായിരിക്കാം, കുറച്ച് ചില സാഹചര്യങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം പ്രൊഫഷണലിസം കൊണ്ടുവരാം, എസ്പെഷ്യലി ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ. അങ്ങനത്തെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നത് ഞങ്ങളുടെ ടീമിൻ്റെ വർക്കുമാണ് ഞങ്ങളിവിടം വരെ എത്തിച്ചത് എന്ന കാര്യത്തിലൊരു സംശയമില്ല. ഞാൻ C2 ഹോം തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു ടെക്കിനെ കൂട്ടി പോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കമ്പനി നടന്നു പോകുമായിരിക്കാം. പക്ഷേ ഈ ലെവലിലേക്കൊന്നും വരികയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മാത്യുവിനുള്ളതല്ല, ഫ്രഷ് ടു ഹോമിൻ്റെ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സിനുള്ളതാണ്. എല്ലാവരും കൂടെ ഉള്ളൊരു പ്രവർത്തനത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 17,000 പേര് നമ്മൾ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക്, പ്രത്യേകിച്ച് ഒരു കേരളക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം അതാണ്. നമ്മളൊരു ചെറുതായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനം 17,000 കുടുംബങ്ങൾക്ക് പത്താണിയായി മാറുന്നു എന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ചെയ്തതിൽ ഏറ്റവും മഹത്തരമായ കാര്യമെന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബംഗാളിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് ഹോമിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബംഗാളിലെ ഫിഷാണോ എനിക്ക് കിട്ടുന്നത്? ഞങ്ങൾ എല്ലാത്തരം ഫിഷും കിട്ടും. പക്ഷേ ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് ആ സ്റ്റേറ്റിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞങ്ങളൊരു സർവേ നടത്തും ആദ്യം. ഇപ്പോൾ ബംഗാളിലൊക്കെ ഞാൻ പറഞ്ഞത് 98% ആൾക്കാരും വളർത്തുമീനെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സൈറ്റിലും കൂടുതൽ വളർത്തുമീനായിരിക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കടലിലെ മീനും കിട്ടുമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് സോഴ്സ് ചെയ്യുന്നത് ബംഗാളിൽ നിന്ന് തന്നെയാണോ അതോ ഇവിടുന്ന് കയറ്റി വിടുന്നതാണോ? അല്ലല്ലോ, ബംഗാളിലെ മീനുകൾ ബംഗാളിൽ നിന്ന് സോഴ്സ് ചെയ്യും.
പക്ഷേ ഒരു കടൽ മീനുകളിൽ ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം ബിസിനസ് നോക്കുവാണെങ്കിൽ കടൽ മീനുകളിൽ ഒരു 70-80% പ്രൊക്യൂർമെൻറ്റും കേരളത്തിൽ നിന്നാണ്. ശരി. നേരത്തെ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നോ? നേരത്തെ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ഒരു അടിസ്ഥാനം ഫ്രഷ് ഹോം ഒരു മലയാളി കമ്പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബേസ് കസ്റ്റമേഴ്സ് എപ്പോഴും മലയാളികളാണ്. അതിപ്പോൾ ദുബായിലായാലും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ദുബായിക്ക് എല്ലാ ആഴ്ചയിലും വിടുന്നുണ്ട്. കാരണം ഒരു കേരള മീനുകൾക്കുള്ള ഒരു ഡിമാൻഡ് ഉണ്ട് അവിടെ. അതിനെ കളയരുതല്ല. നമ്മളിലേക്ക് വന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രതീക്ഷയും അതാണ്. എനിക്ക് കേരളത്തിലെ കക്കാർച്ചിയും കേരളത്തിലെ മത്തിയും കഴിക്കാം എന്നൊരു പ്രതീക്ഷയിൽ വന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ കളയാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളം ഈ കടലിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയുന്നത് നമുക്ക് ഫ്രഷ് മീനൊന്നും കിട്ടില്ല, മംഗലാപുരത്തു നിന്ന് വരുന്നതാണെന്നും അതുപോലെ അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്താണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ഇത് ശരിക്കും സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ, ഫിഷിൻ്റെ ഡിമാൻഡിൻ്റെ 65% കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതാണ്. അത് പറയുന്നത് ശരിയാണ്. ആ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ നമ്മൾ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും സാധനം എടുത്ത് 1 ദിവസം കഴിഞ്ഞ് വന്നതും ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വന്നൊരു വണ്ടി നേരെ വന്ന് ഏതെങ്കിലും മാർക്കറ്റിലേക്ക് ഇറക്കുമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ മംഗലാപുരം സൈഡിൽ നിന്ന് ഗോവ സൈഡിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആദ്യം കാസർഗോഡ് വരും. ആ സ്റ്റേഷനിൽ വരുമ്പോൾ എല്ലാം മാർക്കറ്റിൽ വരുമ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് അപ്പം തന്നെ അറിയാം ഒരു ബോക്സിന് എത്ര രൂപ ചിലവായെന്ന്. മിക്കവാറും ബോക്സ് വൈസാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ ബോക്സിന് അവർ പ്രതീക്ഷിച്ചാലും വില കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ കാസർഗോഡ് ഇറക്കണ്ട, നിങ്ങൾ കണ്ണൂർക്ക് പോയിക്കോളാൻ പറയും. അപ്പോൾ വണ്ടി ഓടി കണ്ണൂർ വന്നാൽ പോരാ, കണ്ണൂർ മാർക്കറ്റ് പിറ്റേ ദിവസം രാവിലെ ഉള്ളൂ, 1 ദിവസം കഴിഞ്ഞു. അവിടെ രക്ഷയിൽ അടുത്ത അങ്ങനെ ഇവൻ കളിക്കാവിടെ വരെ ഓടും. ചിലപ്പോൾ കാസർഗോഡ് തന്നെ ഇറങ്ങി പോവാം. അപ്പോൾ ഇത്രയും 4-5 ദിവസം ഇത് വേറെ റിയേഴ്സോ മർച്ചേഴ്സോ ഒന്നും ചെയ്യാതെ ഇത് ഓടിപ്പോകണമെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഒരു പ്രിസർവ് ചെയ്യണം. ഏറ്റവും നല്ലതും ഏറ്റവും ടെക്നിക്കലി നല്ല സാധനം 0 to 4 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അത് പക്ഷേ ഒരു ഐസിൽ തന്നെ ഇരുന്നാൽ, മറിച്ച് ഐസ് ചെയ്യാതെ അതേ ഐസിൽ തന്നെ ഇരുന്നാൽ ആ മെയിൻ്റെനൻസ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. പിന്നെ അവർ കൊണ്ടുവരുന്നത് സാധാരണ പ്ലാസ്റ്റിക് ബോക്സുകളാണ്. അതിനൊരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരീരത്തിന് ഹാനികരമായ സാധനങ്ങൾ തന്നെയാണ്. ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഐസ് മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മീൻ എത്ര ദിവസം വരെ സൂക്ഷിക്കാം? അതാ ഓരോ മീനിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം വരെ ഇരിക്കാം. അതല്ലാത്ത ഇച്ചിരി കട്ടിയുള്ള തൊലി ഇതൊക്കെ സ്കിന്നൊക്കെ ഉള്ള മീനാണെങ്കിൽ നമുക്കൊരു 4 ദിവസം വരെയൊക്കെ വയ്ക്കാം. ഈ ഫ്രഷ് ഹോമിൽ നിന്ന് ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പരിശുദ്ധമായ മീനാണെന്ന് എങ്ങനെയാണ് മാത്യുവും സംഘവും ഉറപ്പിക്കുന്നത്? അതായത് ഏതൊരു വസ്തു, മീനായിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഫ്രഷ് അല്ല. നമ്മുടെ ഇന്ത്യയിലൊരു ഡാറ്റ ഉണ്ട്. ഇന്ത്യയിലൊരു ഡാറ്റ പറയുന്നത് ഇത്തരം ഫ്രഷ് സാധനങ്ങളെല്ലാം ഒരു പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻഡ് കസ്റ്റമറുടെ അടുത്ത് എത്തുന്ന അതിനിടയിൽ 20 to 30%, ഏകദേശം 25 to 30% വേസ്റ്റായി പോകുന്നുണ്ട്. ഒരു സംശയമില്ല. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും മീനായാലും മീറ്റായാലും എല്ലാം അങ്ങനെയാണ്. ആ 25 to 30% ഒരു വേസ്റ്റേജിൻ്റെ കണക്കിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പ്രൊഡക്ഷൻ നടത്തിയ ആൾക്ക് പൈസ പോലും കിട്ടുള്ളൂ. മനസ്സിലായി, വില പോലും അവിടെ അങ്ങനെ മാറും. അപ്പം ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ വേസ്റ്റേജാണ് ഇതിൻ്റെ പ്രശ്നം. എന്തുകൊണ്ട് വേസ്റ്റേജ് വരണമെന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമ്മുടെ രാജ്യത്തുടനീളം ഇല്ല. അതാണ് എൻ്റെ അടിസ്ഥാന കാര്യം. ഇപ്പം ഞാൻ കെമിക്കൽ ചേർക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഇന്ന് കാസർഗോഡ് വന്നപ്പോൾ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്കത് ഇതെല്ലാം നമുക്ക് 0 to 4 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വേസ്റ്റേജൊക്കെ മാറിപ്പോകും. ആ 0 to 4 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് കാസർഗോഡ് മാർക്കറ്റിൽ ഇല്ല, നമുക്ക് അല്ല കേരളത്തിലെ മാർക്കറ്റിൽ ഇല്ല, അല്ല ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേർക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ആ വേസ്റ്റേജ് കുറയ്ക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ മെറ്റീരിയലിനെ 0 to 4 ഡിഗ്രിയിൽ എപ്പോഴും എൻ്റെ കസ്റ്റമർ അടുത്ത് വരെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് എൻ്റെ അടിസ്ഥാന സാധനം. ഞങ്ങളതിനെ കോൾഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ആ കോൾഡ് ചെയിൻ നിലനിർത്തുന്നതിനും ആ കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയാണ് ഞങ്ങളുടെ വന്ന പൈസയുടെ 50% ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കോൾഡ് ചെയിൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സാധനത്തിന് കെമിക്കൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ശരി. ഇപ്പം നമ്മൾ ഫിഷ് മാത്രമല്ല, മീറ്റ്, ചിക്കനും മട്ടണും ഒക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണോ എന്ന്, അതോ നമുക്ക് അതിൻ്റെ ഫാമുകളൊക്കെ ഉണ്ടോ? ചിക്കൻ നമ്മൾ സ്വന്തമായിട്ട്, ഞാൻ ബാസ വളർത്തുന്നെന്ന് പറഞ്ഞതുപോലെ ചിക്കൻ നമ്മൾ കർണാടകയിൽ കർഷകരുമായി ചേർന്നുകൊണ്ട് നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മുടെ സ്വന്തം ചിക്കനാണ് വരുന്നത്. അത് ഞങ്ങളുടെ ചിക്കൻ കഴിച്ചാൽ വലിയ മനസ്സിലാവും. അതെ, മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല, നമ്മളത് കഴുകുമ്പോൾ നമുക്ക് അതിനൊരു വെള്ള നിറം വരുന്നു, വെള്ളപ്പാല് പോലത്തെ ഒരു. അത് ആദ്യം കാണുമ്പോൾ നമുക്കത് എന്തോ ഒരു ചേർത്തല്ലെന്ന് തോന്നുന്നു. എന്താണ് ആ സംഭവം? തീർച്ചയായും ഞങ്ങൾ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി പേരെ ചോദിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ചോദിക്കുമായിരുന്നു. അതായത് നമ്മൾ നാട്ടിലൊരു കോഴി മേടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോഴിയുടെ ഒരു നെയ്യുണ്ട് ചെറുത്. ആ നെയ്യിനെ ഒരു ലൈറ്റിഷ് യെല്ലോ കളർ നമ്മുടെ നാടൻ കോഴിക്കകത്തുണ്ടാവും. പക്ഷേ
ഫ്രഷ് ഹോമിൻ്റെ പാല് പോലെ ഒഴുകി വരുന്നതും ആ ഞങ്ങളുടെ നെയ്യാണ്. പക്ഷെ ആ നെയ്യ് എന്തുകൊണ്ട് ഒഴുകി പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ വളർത്തുന്ന രീതിയും അതിന് കൊടുക്കുന്ന തീറ്റയും ഒക്കെ കൊണ്ട് ഇതിൻ്റെ ദേഹത്ത് അത് പിടിച്ച് കയറുന്നില്ല, ഹാർഡായി മാറുന്നില്ല. അതുകൊണ്ടാണ് അത് ഒഴുകി പോകുന്നത്. അത് നിങ്ങൾ കഴുകുന്തോറും ആ വൈറ്റ് കളർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ദോഷകരമായല്ല, നാച്ചുറൽ സാധനമാണ്. പക്ഷേ അതിൻ്റെ ഒരു കമ്പനിയുടെ ദോഷവശം പറഞ്ഞാൽ കമ്പനി അങ്ങനെ വളർത്തുന്നത് കൊണ്ട് ഒരു നാട്ടിലെ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലെ കോഴി വളർത്തുന്ന അതുപോലെയാണ് ഞങ്ങൾ ആ കോഴിയെ വളർത്തുന്നതെങ്കിൽ ഞങ്ങൾക്കത് 2,300 കിട്ടേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്കത് 2,100 വരെ എത്തുള്ളൂ. അത്രയും വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ റേറ്റ് അല്പം മാർക്കറ്റിനേക്കാൾ കൂടി നിൽക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഫിഷിൻ്റെ കാര്യത്തിലും വില കൂടുതലാണ് അല്ലേ? അത് വില കൂടുതലാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞൊരു മുതലാളി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നോട് എനിക്കറിയാം, ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയുന്ന കംപ്ലൈൻറ്റുകൾ മെയിനായിട്ട് അവർക്ക് ഭയങ്കര വിലയാന്ന് പറയും. അത് ശരിയാണ്, വില കൂടുതലാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ പറയുന്നത് പോലെ വില കുറച്ച് കൊടുക്കാം. വില കുറച്ച് കൊടുക്കണമെങ്കിൽ എന്ത് പറ്റും, ഞങ്ങൾ ക്വാളിറ്റിയിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് ഞങ്ങൾക്ക് നടത്താൻ പറ്റാണ്ട് വരും. ആ ക്വാളിറ്റിയിൽ സാധനം കൊടുക്കാൻ പറ്റാണ്ട് വരും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇല്ല, ഈ കഴിഞ്ഞൊരു 3 മാസം മുമ്പൊക്കെ നമുക്ക് ഇവിടെ മത്തി ഉണ്ടായിരുന്നു. അന്ന് കടപ്പുറത്ത് മത്തി 180 രൂപ 170 രൂപ നമ്മുടെ കേരള കടപ്പുറത്ത് ഞങ്ങൾ അവിടുന്ന് വാങ്ങണം. അതേസമയം പിറ്റേ ദിവസം എറണാകുളത്തെ മാർക്കറ്റിൽ മത്തി വിറ്റ് 140 രൂപയ്ക്കാണ്. അപ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾക്ക് 150 എടുത്താൽ ഞങ്ങൾ എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ഡൽഹിയിലുള്ളൊരു കസ്റ്റമർ ഞങ്ങളിവിടുന്ന് ഫ്ലൈറ്റിലാണ് ആ മത്തി ഡൽഹി ചെല്ലുന്നത്, എന്നിട്ടാണ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പറയും ഞങ്ങളുടെ കൊച്ചി ഇവിടെ 140 രൂപ കിട്ടുമെന്ന് പറയും. വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ 140 കിട്ടുന്ന മത്തിയെ എടുത്ത് കൊടുക്കാം. പക്ഷേ അത് ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞതിന് നേരെ എതിരായി പോകും. 4 ദിവസം മുമ്പ് 5 ദിവസം മുമ്പ് കാർവാർ തുടങ്ങിയ സ്ഥലങ്ങൾ, ആ സമയത്ത് ഞാൻ ഒരു ദിവസമൊക്കെ അത് പറയാം, ആ കാർവാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന മത്തിയാണ് വന്നത്. 4 ദിവസം മുമ്പ് അവിടെ നിന്ന് കയറി പല മാർക്കറ്റുകൾ കറങ്ങി ഇവിടെ വന്ന് വിൽക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും, ഇല്ലാണ്ടതിരിക്കും. പക്ഷെ കാഴ്ചയിൽ ഞങ്ങളെക്കാളും ഫ്രഷ് ആയിരിക്കും അത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ചിലർ പറയുന്ന പോലെ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞതും വാക്ക് പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വിൽക്കാൻ തീരുമാനിക്കും. ഇത് ഏത് വേണമെങ്കിൽ തീരുമാനിക്കാം. പിന്നെ ഒരു ബിസിനസ്സുകാരെന്നല്ല എനിക്ക് തോന്നുന്നതേ, ഏത് പ്രൊഡക്റ്റും വില കുറച്ച് കൊടുത്ത് വിൽപ്പന കൂട്ടുന്നു എന്ന് പറയുന്നത് അത്ര വലിയ മിടുക്കൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? നമ്മളുടെ ക്വാളിറ്റിയും നമ്മൾ ജനത്തിനോട് പറഞ്ഞതിനെയും കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കമ്പനി നിലനിൽക്കണം. ആ രീതിയിൽ ഇപ്പം തന്നെ ഈ വിലയ്ക്ക് പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണെന്നറിയോ, ഇന്ത്യയിലെ വേസ്റ്റേജിൻ്റെ ഡാറ്റ ഞാൻ പറഞ്ഞില്ലേ 25 to 30% ആണ്. കഴിഞ്ഞ വർഷത്തെ ഫ്രഷ് ടു ഹോമിൻ്റെ വേസ്റ്റേജ് 1.5 to 3% ആണ്. ആ വേസ്റ്റേജിൻ്റെ കുറവൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വിലക്കെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, നമ്മളിപ്പം ഫുഡ് ഐറ്റംസ് റെസ്റ്റോറൻറ്റിലാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളതിനൊരു വലിയ കാര്യമുണ്ട് അതിൽ. ഫസ്റ്റ് ഹോമിൻ്റെ കാര്യത്തിൽ ആ പാക്കിംഗ് ആയാലും ഓരോ സ്ലൈസുകളൊക്കെ ആയാലും നമുക്ക് കാണുമ്പോൾ കൊതിരും, വേണം പച്ചയ്ക്ക് കഴിക്കാം എന്ന് തോന്നുന്ന അത്രയും കൊതിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇത് കട്ട് ചെയ്യുന്നതൊക്കെ മെക്കനൈസ്ഡ് ആണോ അതോ ആളുകൾ കൈകൊണ്ട് കട്ട് ചെയ്യുന്നതാണോ? നമ്മുടെ ഹാൻഡ് കട്ടിങ് മാനുവലും ഉണ്ട്, മെക്കനൈസ്ഡ് രണ്ടും ഉണ്ട്. എല്ലാ മീനുകളും അങ്ങനെ നമുക്ക് മെക്കനൈസ്ഡ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ ഫ്രഷ് ഫിഷ് ആയതുകൊണ്ടേ ആ ഫ്രഷ് ഫിഷ് എടുത്ത് നമ്മൾ ചില മീനുകൾ നമുക്ക് മെഷീനിൽ കട്ട് ചെയ്യാം, പക്ഷെ ചില മീനുകൾ നമുക്ക് അങ്ങനെ മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മെഷീൻ നമുക്ക് കട്ട് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും മാനുവലിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ചില സാധനങ്ങളൊക്കെ മെഷീനിൽ കട്ട് ചെയ്യുന്നുണ്ട് മീനിനെ സംബന്ധിച്ച്. അതുപോലെ നമ്മളിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ മിക്കവാറും നാളെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സമയം കാണിക്കുക. നമ്മളിപ്പോൾ ഈ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ജീവിതമാണ്, എല്ലാവർക്കും എന്ത് സാധനം ആഗ്രഹിച്ചാൽ അപ്പം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മളിത് ഫ്രഷ് ഹോമിൽ ഓർഡർ ചെയ്യാൻ നേരത്ത് പിറ്റേ ദിവസം കിട്ടുള്ളൂ എന്ന് വരുമ്പോൾ ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് തിരിച്ചു പോകില്ലേ അതിൽ നിന്നും? അത് ഫ്രഷ് ഹോം തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. സീറ്റ് ഹോം ആയിരുന്നപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രഷ് ഹോം ആയപ്പോൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്താൽ വൈകുന്നേരം കിട്ടുന്ന അവസ്ഥയിലായി. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചില സെലക്റ്റഡ് ഏരിയയിൽ ഇന്നിപ്പോൾ രാവിലെ ബുക്ക് ചെയ്താൽ വിതിൻ 10 മിനിറ്റ്സിന് കിട്ടുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഇ കൊമേഴ്സ് വ്യവസായത്തെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ക്വിക്ക് കൊമേഴ്സാണ്. ഇപ്പോൾ നമുക്കറിയാലോ ഒത്തിരി കമ്പനികൾ ക്വിക്ക് കൊമേഴ്സിലേക്ക് വന്നു. ആ ക്വിക്ക് കൊമേഴ്സാണ് ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ക്വിക്ക് കൊമേഴ്സിലേക്ക് കടന്നിട്ടുണ്ട്. ക്വിക്ക് കൊമേഴ്സ് ചെയ്യുന്ന സൈറ്റുകളിൽ ഞങ്ങളുടെ മെറ്റീരിയലും കിട്ടുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഞങ്ങൾ തന്നെ സ്വന്തം ഞങ്ങളുടെ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ പേര് അത് ഫ്രഷ് ഹോം തന്നെ, പക്ഷേ നിങ്ങൾക്ക് അതിലെ 10 മിനിറ്റ്സിൻ്റെ എക്സ്പ്രസ് ഡെലിവറിയിലേക്ക് പോകാം. ഇപ്പോൾ കൊച്ചിയിലൊക്കെ മിക്കവാറും 60 മിനിറ്റ് ആയിരിക്കും. ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ 10 to 20 മിനിറ്റ്സിൻ്റെ ക്വിക്ക് കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ കൊച്ചിയിലും വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ സ്വയം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാലായാലും തൈര് അങ്ങനെയുള്ള എല്ലാം വിറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ലോകത്തിലെ നമ്പർ 1 കമ്പനിയാണ്. അപ്പം നമ്മളിപ്പോൾ ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ ഫിഷ് മാർക്കറ്റാണ്.
നമ്മൾ ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റ് ആകുക എന്നാണ് നമ്മുടെ ഒരു ഇതിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മീനും മീറ്റും മാത്രം പോരാ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ അവരുടെ വീടുകളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഈ 2 ഐറ്റം കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒന്നിലേക്ക് ആകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ FTH ഡെയിലി എന്നൊരു പ്ലാറ്റ്ഫോം കൂടി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാംഗ്ലൂരും. ചിലപ്പോൾ നമ്മളതിനെ FTH ഡെയിലിയെയും ഫ്രഷ് സോണിനെയും മെർജ് ചെയ്യാനുള്ള സാധ്യത, അതിൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ അതിപ്പോൾ നിങ്ങൾക്ക് വേറൊരു സാധാരണ ഓൺലൈൻ കമ്പനി പോയാലും ബൈജുവിന് സാധനം കിട്ടും. പക്ഷേ വീട്ടിൽ വരുന്നത് ഓർഡർ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ വീട്ടിൽ വരുന്നത് വേറെ ബ്രാൻഡായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായാൽ ഉത്തരവാദി ആ ബ്രാൻഡുകാരാണ്. നമുക്ക് ആ പ്ലാറ്റ്ഫോമിനോട് കംപ്ലയിൻറ്റ് ചെയ്യാമെങ്കിലും ഉത്തരം പറയേണ്ടത് ബ്രാൻഡുകാരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിൽ തന്നെ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ജ്യൂസ് ഉണ്ട്, ബട്ടറുണ്ട്, പനീറുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിലായി. അതിപ്പോൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് ബ്രാൻഡ് ചെയ്യുന്നതാണോ നമ്മളെ സ്വന്തം? അല്ല, നമ്മൾ ഔട്ട്സോഴ്സ് കഴിഞ്ഞ് നമ്മുടെ ക്വാളിറ്റിക്കാരനും നമ്മുടെ സൂപ്പർവൈസർ ഓഫ് ഫാക്ടറിയിലും ഉണ്ടാവും. നമുക്ക് ഇന്ന ബാച്ചുകൾ നമുക്കായിരിക്കും. അങ്ങനെ നമ്മുടെ ബാച്ചും കംപ്ലീറ്റ് നമ്മുടെ ആൾ നിന്ന് പ്രൊഡക്ഷൻ നടത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു 300 ചില്ലാനും പ്രോഡക്റ്റുകളായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വീണ്ടും ഒരു 750 പ്രോഡക്റ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ശരി. അപ്പോൾ വേൾഡ് വൈഡിലേക്ക് നമ്മൾ വ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. വേൾഡ് വൈഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു എക്സ്പോർട്ട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് B2B ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ഡയറക്റ്റ് എക്സ്പോർട്ട് അല്ല, പക്ഷേ അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാനായിട്ട് അതും ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ആമസോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത് നമ്മളെ ഒരു പിടിച്ച് കെട്ടുന്ന രീതിയുണ്ട്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പാൻഷനൊക്കെ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇവരെയൊക്കെ അതിൽ ഇൻവോൾവ് ആക്കുകയും അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ വേറൊരു ആളും കൂടി ഉണ്ട് എന്നൊരു പ്രശ്നമുണ്ടോ ഈ കമ്പനിക്കുള്ളിൽ? എൻ്റെ നോട്ടത്തിൽ അതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്കാരോട് അല്ലെ അവരോട് നമ്മൾ ഉത്തരം പറയേണ്ടവരാണ്. കാരണം അവർ നമ്മളെ വിശ്വസിച്ച് പൈസ ഇറക്കുന്നതല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്യാം, ഏത് വേണോ നമുക്ക് തീരുമാനിക്കണം. പക്ഷേ ബാങ്കിൽ ലോൺ എടുത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് നമുക്ക് ആസ്തി ചെയ്യേണ്ട ബാങ്ക് കൊണ്ട് വെച്ചാൽ ബാങ്ക് തരും, നമ്മുടെ ബിസിനസ് നല്ലതാണെങ്കിൽ. പക്ഷെ മറ്റത് അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് ഒരാൾ വന്ന് നമ്മുടെ കമ്പനിയിൽ പൈസ ഇടണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുകയും അവർക്ക് ഭാവി ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനോടുള്ള ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതകൾ കണ്ടിട്ടും പിന്നെ നമ്മുടെ ടീമിൻ്റെ ഉള്ള അവരുടെ ഒരു വിശ്വാസമൊക്കെ കൊണ്ടാണ് അതെല്ലാം വന്നത്. അതിൻ്റെതായ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അവരുടേതായ ഒത്തിരി കൺട്രോളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആ കൺട്രോളുകൾ നമുക്ക് നല്ലതാണ്. നമ്മൾക്ക് കുറച്ചുകൂടി ഒന്നുകൂടി പ്യൂരിഫൈ ആകാനുള്ള ഒരു സാധ്യതയാണ് അതിൽ കാണുന്നത്. പിന്നെ നമ്മളെപ്പോലത്തെ അനേകം ലോകത്തിലെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ തിരുത്താനും അവർക്ക് അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ളവരാണ്. അത് നമുക്ക് സഹായകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞാൻ ചോദിച്ചത് ഇപ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് സ്വന്തം ഐഡിയാസ് വെച്ച് ബിസിനസ് ചെയ്ത് തുടങ്ങിയ ആളാണ്. തുടങ്ങിയതെന്നല്ല, ഏതാണ്ട് ഈ ഒരു കാലം വരെയൊക്കെ അങ്ങനെ ചേരുന്നതാണല്ലോ. അപ്പോൾ പുതിയ വളരെ ഭ്രാന്തമായ ഐഡിയാസ് പോലും നമുക്ക് തോന്നിയേക്കാം. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ വന്നാലുള്ളൊരു ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ ചോദിച്ചത്. അത് അങ്ങനെ പറഞ്ഞാലേ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വിറ്റപ്പോഴേ അതിൻ്റെ സച്ചിനും ബിന്നിയും കൂടിയാണ് തുടങ്ങിയത്. ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ ഷെയറിൻ്റെ? 6.5% ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. ആ 6.5% ബിന്നിക്ക് കിട്ടിയത് 1600 കോടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞൊരു പോളിസി വെച്ചിട്ട് ബിന്നിയും സച്ചിനും കൂടി തീരുമാനിക്കുകയാണ് ആർക്കും കൊടുക്കില്ല, ഞങ്ങൾ തന്നെ 100 തിന്നും എന്നവർ തീരുമാനിച്ചിരുന്നെങ്കിൽ 100% വിറ്റാലും അവർക്ക് 1600 കോടി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പഴയ സങ്കല്പങ്ങളാണ്. നമ്മുടെ ഷെയർ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മുടെ 51% അവർ നമ്മളെ കൊണ്ടുപോകും. ഇതൊക്കെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പം നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. നമ്മുടെ കാലം മാറി, ലോകം മാറി, അതനുസരിച്ച് നമ്മൾ മാറണം. ഇല്ലെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ ഞാൻ സ്വപ്നം കണ്ട അംബാസഡർ പോലെ ആയിപ്പോ നമ്മൾ അല്ലേ. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉൾക്കൊണ്ടു പോയില്ലെങ്കിൽ അതാണ് പറ്റുന്നത്. ഫ്ലിപ്കാർട്ടൊക്കെ നമ്മുടെ മുന്നിലെ വലിയ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ വലിയൊരു മാതൃകയായിട്ട് കാണുന്നത് അംബാനിയാണ് എന്ന് നമ്മൾ പലയിടത്തും ഞാൻ കേൾക്കൊക്കെ ചേരുന്നു. അംബാനിയുടെ ബിസിനസ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിരുന്നൊരു ബിസിനസ് അല്ല എന്ന് ഇന്ത്യക്കാർ പലരും കരുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ മാതൃകയാക്കുന്നത്? അതൊരു വളർച്ചയുടെ കാര്യത്തിൽ മാത്രമാണ്, അതോ ബിസിനസ് പ്രിൻസിപ്പിളിൻ്റെ കാര്യത്തിലും മാതൃകയാകുന്നുണ്ടോ? ബിസിനസ് പ്രിൻസിപ്പിൾ അല്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടതേ, ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നൊക്കെ ഇരുന്നത് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വന്നാൽ ഞാൻ എവിടെ എത്താനാണ്? പള്ളിപ്പുറം എന്നൊരു ചെറിയ ഗ്രാമം, ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം കായലുകളാണ്, വേമ്പനാട്ട് കായലും കൈതപ്പുഴ കായലും, യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളർന്നാൽ എത്രത്തോളം വളരാൻ പറ്റും? നമ്മൾ പറയില്ലേ ചെമ്മീൻ ചാടി ചട്ടിയോളം എന്ന് പറയും, അവിടം വരെയൊക്കെ എത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് എത്തിയാലെന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ അന്നേ ഉണ്ട്. അതിനെ
ഭയങ്കരമായിട്ട് എൻ്റെ ആ സങ്കല്പത്തെ മാറ്റിമറിച്ച ഒരാൾ. ഞാൻ വായിച്ചറിഞ്ഞ, അന്ന് ഇന്നതുപോലെ ഗൂഗിളും യൂട്യൂബൊന്നും ഇല്ലല്ലോ, വായിച്ചറിഞ്ഞത് ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്, ചോറോട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലം. ചോറോട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ആ മനുഷ്യൻ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു സൗകര്യമില്ലാത്ത ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ ഇന്ത്യയെ നയിക്കുന്ന ഒരാളായി മാറാൻ സാധ്യതയുണ്ട് എന്ന് എന്നെ മനസ്സുകൊണ്ട് പഠിപ്പിച്ച. അതിനു മുമ്പൊക്കെ എൻ്റെ മനസ്സ്, ഞാനിപ്പോഴും കോളേജിലൊക്കെ പോകുമ്പോൾ പിള്ളേരോട് പറയും, ഞാൻ ന്യൂയോർക്കിലായിരുന്നു തകർത്തേനെ, ഞാൻ ലണ്ടനിലായിരുന്നു പൊളിച്ചേനെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്ക്യൂസുകളാണ്. അതൊന്നും ഇന്നത്തെ ലോകത്ത് അതൊന്നും ഒരു വിഷയമല്ല. ലണ്ടനിൽ ഇരിക്കുന്ന സായിപ്പ് കൂട്ടനും നമ്മളൊക്കെ ഒരേ നിലവാരത്തിൽ അല്ലേ, നമുക്ക് വേണോ വേണ്ടയോ നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ആ സങ്കല്പത്തിനെ പൊളിച്ചെഴുതിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മാത്രമേ, അദ്ദേഹത്തിൻ്റെ പോളിസിയോ അല്ല അദ്ദേഹം ബിസിനസ്സിൽ നടത്തിയ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അത്രയും വിശദമായി പഠിച്ചിട്ടുമില്ല. പക്ഷേ എന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അങ്ങനെ നിൻ്റെ പള്ളിപ്പുറത്ത് ജനിച്ചൊരു ആക്കും സ്വപ്നം കാണാം എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ആരാധനയായി പോയത്. പക്ഷെ അദ്ദേഹം ആ സ്ഥലം വിട്ടിട്ട് ബോംബെ ഒന്ന് താമസിക്കുന്നു, പക്ഷേ മാത്യു ഇപ്പോഴും പള്ളിപ്പുറത്ത് തന്നെ താമസിക്കുന്നു. പിന്നെ അവരെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അവരൊക്കെ വേറെ ലെവലല്ലേ. തൃശൂർ ടൗണിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ പ്രീമിയം അപ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട്. സ്വരാജ് റൗണ്ട്, കേരള ലാർജസ്റ്റ് സ്കൈവാക്ക് തുടങ്ങി തൃശൂരിലെ മേജർ ടൂറിസ്റ്റ് പ്ലേസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്. ബുക്ക് യുവർ അപ്പാർട്ട്മെന്റ് നൗ ഇൻ എലൻസ വിത്ത് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ്. എങ്കിലും പഴയ ഒരു കാലം മിസ് ചെയ്യുന്നുണ്ടോ? അതായത് ഇവിടുന്ന് ട്രെയിനിൽ കയറി ഈ ഇന്ത്യയിലെ കടപ്പുറങ്ങളിൽ മുഴുവൻ അലഞ്ഞ് നടന്ന് മീനുകൾ വാങ്ങിക്കുകയും മീനുകളെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ അത്രയും അങ്ങനെ ഒന്നും നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആ ഒരു കാലം മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് മിസ് ചെയ്യുന്നത് എന്നാ പറയുക, ഒരു ഈ അന്നത്തെ മുഴുവൻ സമയവും ഞാൻ ഫാക്ടറിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൽ കടപ്പുറത്തുണ്ടാവും. ഞാൻ എങ്ങനെ കളിച്ചാലും വീട്ടിൽ വരുമ്പോൾ ഒരു മീനിൻ്റെ മണമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം അതില്ല. മീനിൻ്റെ സുഗന്ധമാണ് അല്ലേ നിങ്ങളെയൊക്കെ സംബന്ധിച്ച്? അതില്ല. അപ്പോൾ അന്നൊക്കെ ഒരു ഈ ദിവസം വരുന്ന ഷർട്ടല്ല എന്തായാലും അപ്പം തന്നെ മാറിയാലേ നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മണം ഉണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ അതിന് വേണേൽ ആൾക്കാർ കേൾക്കുന്നവർക്ക് വേണേൽ വരുന്നത്. പക്ഷേ എനിക്കതങ്ങനത്തെ ആ ഒരു, അതായത് ഞാൻ തൊടാതൊരു മീനും, അന്ന് ഞാൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. അന്ന് ദുബായിൽ എൻ്റെ മീൻ കൊണ്ടുപോയിട്ട് അവിടെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി. 2-3 ദിവസം അടുപ്പിച്ച് എൻ്റെ ടൈഗർ പ്രോൺസിന് കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ അന്ന് അവിടുത്തെ ഒരു ലണ്ടൻ ബേസ്ഡായിട്ടുള്ള കമ്പനി, ഞാൻ കൊടുത്ത കമ്പനി അവർക്ക് കൊടുത്തിട്ടാണ് കംപ്ലയിൻ്റ് ഉണ്ടായത്. അങ്ങനെ അവരെന്നെ വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പേ ചെന്നിട്ട് ഞാൻ ഈ കമ്പനികളിൽ ആ സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ ഇത് വിൽക്കുന്നു എന്ന് ഞാൻ കണ്ട് എല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കൊടുത്തതിനോടൊപ്പം വേറെ ഏതോ ആൾക്കാരുടെ മോശം സാധനം മിക്സ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം കടകളിൽ നിന്ന് എടുത്തിട്ട് അവർ സ്ക്രീനിൽ ഇതൊക്കെ കാണിക്കുക. അപ്പം ഞാൻ സ്ക്രീനിൽ ചെന്നിട്ട് അവർ തൊട്ട് കാണിച്ചു, ഇത് ഞാൻ വിട്ടതാ, ഇത് ഞാൻ ടൈഗർ പ്രോൺസ് ആണ്, ഇത് ഞാൻ വിട്ടതാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ആ സാഹിബ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സാറേ, ഞാൻ തൊടാത്തൊരു സാധനങ്ങൾ വരികയില്ലെന്ന്. മനസ്സിലായി, ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഒരു ചെറിയ രീതിയിൽ നടത്തുമ്പോഴായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഇറങ്ങി നിന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സാധനം നിങ്ങളുടെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഏകദേശം ഒരു 100ഓളം പോയിന്റിലൂടെ ക്വാളിറ്റി കടന്നു പോകുന്നുണ്ട്. എന്നിട്ടാണ് അത് നമ്മുടെ ഒരാളുടെ കയ്യിലെത്തുന്നത്. അങ്ങനെ നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സജീവമായ ഹാർബർ ഏതാ മീൻപിടുത്തത്തിൻ്റെ കാര്യത്തിൽ? ഗുജറാത്തിലെ വെരാവലാണ്. പണ്ട് തൊട്ടേ വെരാവലിൽ ഭയങ്കര ഏരിയയിൽ വലിയ ഹാർബറാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന മീനുകൾക്ക് ഏറ്റവും നല്ലത് ചെറിയ കടപ്പുറങ്ങളാണ്. ഈ അവിടെയൊക്കെ ഓടി എന്ന് പറയും, നമ്മളിവിടെ നാടൻ വള്ളങ്ങൾ പറയും. അങ്ങനത്തെ വള്ളങ്ങൾ വരുന്ന കടപ്പുറങ്ങളിൽ നിന്നാണ് ഞങ്ങൾ 70% മീനെടുക്കുന്നത്. എങ്കിലേ നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വള്ളങ്ങളിൽ പോയി മീൻ പിടിക്കുന്നവരുടെ കൂടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ഇഷ്ടമുണ്ടല്ലോ. ഞാൻ എൻ്റെ പറഞ്ഞ ഷാനയും കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ ജപ്പാനിൽ നിന്ന് 2 പേര് വന്നപ്പോൾ ജപ്പാൻകാരെ ഷാനയും കൊണ്ട് ഞാൻ ലക്ഷദ്വീപിൽ കടപ്പുറത്തൊരു ഞങ്ങളൊരു 6 നോട്ടിക് മൈൽ അകലെ കൊണ്ടുപോയി. സ്വന്തം ബോട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല, ബോട്ടില്ല. ഞങ്ങൾ അതെന്തുകൊണ്ടാണ് അത് വാങ്ങിക്കാതെ? കാരണം മീനിനെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾ ബോട്ടിൻ്റെ അതിന് ഞാൻ കടപ്പുറത്ത്, ഞാൻ ഹാർബറിലൊക്കെ നിൽക്കണമല്ല. അതിൻ്റെ ഒരു അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ നിൽക്കണം. അല്ലാതെ അതൊരു പ്രൊഫഷണൽ സ്റ്റൈലിൽ മാനേജ് ചെയ്യുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വലിയ കപ്പലുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഷിപ്പൊക്കെ. പക്ഷെ അല്ലാത്തതിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അതിനകത്തേക്ക് ഇറങ്ങിയ കുറേ സമയം അതിനും പോകും നമ്മൾക്ക്. എങ്കിലൊരു യോട്ടൊക്കെ വാങ്ങിച്ചു വേണമെങ്കിൽ നമുക്ക് കൊച്ചി കടലിലും കായലിലും ഓടിക്കാവുന്നതാണല്ലോ, ലക്ഷറീസ് ആയിട്ടുള്ള. ഒരു ബെൻസ് വാങ്ങിക്കുന്ന പോലെ തന്നെയാണല്ലോ കടലിലെ. അതെന്താണെന്നറിയാം, നമ്മൾ ബിസിനസ്സുകാരെന്ന് പറയുമ്പോഴേ എൻ്റെ സങ്കല്പങ്ങളാട്ടോ, ഇതൊക്കെ ശരിയാകണമെന്നില്ല. ഈ ബിസിനസ് എപ്പോഴും നമ്മൾ ബിസിനസ്സിലാണ് ഇറങ്ങുന്നതെങ്കിൽ
നമ്മൾ അങ്ങേ തലവും ഇങ്ങേ തലവും ഏത് സമയത്തും കണ്ടുമുട്ടാം, ഇല്ലേ? അപ്പം നമ്മൾ അങ്ങേ തലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നിലം മറന്നിട്ട് നമ്മൾ പോയാലില്ലേ, ചിലപ്പോൾ ഇങ്ങേ തല ഇറങ്ങേണ്ട സാഹചര്യം നമുക്ക് ഭയങ്കര വിഷമാവും. അല്ല, അങ്ങനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞതല്ലേ, കഴിഞ്ഞതാണ്. അല്ല, ഇനിയും വരെ ജീവിതമല്ലേ, ജീവിതവും ബിസിനസ്സും ആകുമ്പോൾ നമ്മൾ പോലും ഇപ്പോൾ ഫ്രഷ് ഹോമിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും മതി ഞങ്ങളെ പൊട്ടിക്കുക. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇത്രയും മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ 1-2 ഇഷ്യൂസ് ഞങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നടത്തിയാലും നമുക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നമ്മുടെ ഒരു നിലത്തിൽ നിൽക്കാതെ നമ്മളൊരു മേളിലേ ജീവിക്കുകയുള്ളൂ എന്നൊരു ധാരണ, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇനി പോകാൻ താല്പര്യപ്പെടുന്നുമില്ല. എങ്കിൽ പോലും ഇങ്ങനെ ബിസിനസ്സുകാരനായി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ആസ്തികളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ പിന്നെ എന്താണ് നേടാനുള്ളത്? പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ജീവിതം ആസ്വദിക്കുന്നില്ലെന്ന്, ഞാൻ ജീവിതം അന്തസ്സായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് പരിചയമുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഫ്ലൈറ്റൊക്കെ കയറാൻ നേരത്ത് ഓക്കെ എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് നടന്ന് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഞാനിരുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ അന്നേരം യാത്ര പറഞ്ഞേ സാറ് ബിസിനസ് ക്ലാസ് ഇരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ് ക്ലാസ് ഇരുന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എൻ്റെ ഒരു ശീലം, എൻ്റെ മാത്രമല്ല, ഞങ്ങൾ ഫ്രഷ് ഹോമിലെല്ലാം ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ശീലത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാത്യുവിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ മാത്യുവിന് മറ്റൊരു ജീവിതമില്ല. തുടക്കം തൊട്ട് മീന് ബിസിനസ് എന്താണ് അല്ലാത്ത ഹോബികളൊക്കെ? വായനയാണ് എൻ്റെ പ്രധാനപ്പെട്ട യാത്രകൾ മുഴുവൻ വായനയായിരിക്കും. എന്ത് തരം ബുക്കുകളാണ് വായിക്കുന്നത്? കൂടുതൽ മലയാളം ബുക്സാണ് കൂടുതലും വായിക്കുന്നത്. അത് ഇന്നൊന്നുമില്ല, നോവലാകാം, അല്ലെങ്കിൽ ഫിക്ഷനാകാം, നോൺ ഫിക്ഷനാകാം, എന്തും എല്ലാം വായിക്കും. ഈ സക്സസ് സ്റ്റോറീസ് വായിക്കുന്ന സ്റ്റോറീസ് വളരെ അപൂർവമായിട്ട്. പണ്ട് ഞാൻ സ്ഥിരമായി വായിച്ചുകൊണ്ടിരുന്നതാണ്. ആര് ബിസിനസ് ചെയ്യേണ്ട അവരുടെ മുഴുവൻ കഥകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു. ഇപ്പം പക്ഷെ അത്രയും അത് വായിക്കുന്നില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും വായിക്കുന്ന സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെയാണ് അധികവും. കേരളത്തിൽ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരനാകാൻ എളുപ്പമാണോ? അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, അത് പൊളിറ്റിക്കൽ അല്ലാതെ മനുഷ്യരുടെ മൈൻഡ് സെറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും. അതെന്താണെന്നറിയോ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ, നമ്മുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധം ചെയ്യുന്ന ഒരാളാണ് എന്ന ഒരു സാധനം നമ്മുടെ കേരളത്തിലൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനുഷ്യരുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്നോട് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ബിസിനസ്സുകാർ എന്നോട് പറഞ്ഞു, ചേട്ടാ നീയൊക്കെ ഇപ്പോൾ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആളുണ്ടല്ലോ, അല്ല നീയൊക്കെ വരുമ്പോൾ കൈ തന്ന് നിന്നെ ഷെയ്ക്കാൻ സ്വീകരിക്കാൻ ആളില്ലേ? ഞങ്ങളൊക്കെ തുടങ്ങിയാലും ഞങ്ങളെ കാണുന്നതിനെ എന്തോ ശത്രുവിനെ കാണുന്നവർ കണ്ടുകൊണ്ടിരുന്നു അല്ലേ? ഞങ്ങളൊക്കെ ഊറ്റിക്കൊണ്ടുപോയി ജീവിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അത് ആ ആൾക്കാരുടെ കുഴപ്പമല്ല, നമ്മൾ അവരിൽ ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. മുതലാളി എന്ന് പറഞ്ഞാൽ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന ഏതോ ഒരു ദുഷ്ടനായ ആ ഒരു സാധനം ഇപ്പോഴും നമ്മുടെ രക്തത്തിൽ നിന്ന് മുഴുവനായിട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അതിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ ഒരു ഭൂരിഭാഗവും ഒരു 10 വർഷം മുമ്പ് വരെ ഒന്നെങ്കിൽ ഡോക്ടറാണോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരാണ്. ഇതിനപ്പുറത്തൊരു സ്വപ്നമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കോളേജിലെ ക്ലാസ് എടുക്കാൻ പോകുന്നത്, ഞാൻ മിനിഞ്ഞാന്നൊരു കോളേജിലുണ്ടായിരുന്നു. ഓരോ കോളേജ് ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ ഒരു മനസ്സിൻ്റെ ഒരു മൈൻഡ് ആറ്റിറ്റ്യൂഡ് എല്ലാം മാറിയിട്ടുണ്ട്. ആ മാറ്റം നമുക്ക് നല്ലതാണ്. ഈ മാറ്റം നമ്മൾ 20 വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന വലിയ വലിയ കമ്പനികൾ ഇന്ന് ലോകത്തുണ്ടായതിനെ എന്നതിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ കുട്ടികൾ, ഞാനും നിങ്ങളും ബൈജുവൊക്കെ ഇരിക്കുന്നതിനേക്കാളും ബുദ്ധിയും അതിനേക്കാളും സാങ്കേതിക വിദ്യയൊക്കെ അറിയാവുന്ന മക്കളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ നോക്കിയോ, ആ വലിയ കമ്പനികൾ ഏറ്റവും വലിയ 10 പൊസിഷൻ എടുത്താൽ 1-2 മലയാളി ഉണ്ടാവും. അത്രയും കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മൾക്ക് പക്ഷേ എന്തുകൊണ്ട് നമ്മളിവിടെ ചെയ്തില്ല വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം ഒരു സാധനം നമ്മുടെ തലയ്ക്കകത്ത് ഇടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. ആ സാധനത്തിന് നമ്മൾ പതിയെ ഇപ്പോൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രൈവറ്റ് മേഖലയെ തന്നെ നമുക്കെതിരായിരുന്നു, കമ്പ്യൂട്ടറിന് നമുക്കെതിരായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ എതിർത്തത് കൊണ്ടാണ് ഇന്ന് ഈ ബാംഗ്ലൂരും ഹൈദരാബാദും ആയ കമ്പ്യൂട്ടർ ശൃംഖല അതിനേക്കാൾ വലുതായി കേരളത്തിലുണ്ടായി പോകേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ അതിനോടുള്ള നമ്മുടെ ഒരു രാഷ്ട്രീയ സമീപനം വളരെ മോശമായിപ്പോയി. ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരെ പറയില്ല, എല്ലാ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു സഹായമോ അല്ലെങ്കിൽ ഇടപെടലോ ഒക്കെ ഈ ബിസിനസ്സിൽ ഉടനീളം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം, നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും നമുക്ക് അവരോട് സംസാരിക്കാം. അവർ നമ്മൾ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. നമുക്ക് പിന്നെ ഉള്ളത് ചില ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ 100 ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എല്ലാവരും നല്ലവരാകണമെന്നില്ല. അതിൽ 5 പേരായാലും
മതി. അവർ ഉണ്ടാക്കുന്ന ചില കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. അതെ, ഞാൻ ചോദിക്കാതെ മറ്റു കാര്യം, ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. ഇത്തരം മൈൻഡ് സെറ്റിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോഴും അങ്ങനെ കാര്യമായ മാറ്റം, ആ രാഷ്ട്രീയ തലത്തിലും ടോപ്പ് ലെവലിലും ഉണ്ടായൊരു മാറ്റം, വിദ്യാർത്ഥികളിലൊക്കെ ഉണ്ടായൊരു മാറ്റം, ഒരു ബ്യൂറോക്രസി അതിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അവരെയും കൂടി നമ്മൾ അതിലേക്കൊന്ന് എടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി മാറി വരുമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, 90% നല്ല ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു തൻപ്രമാണിത്വം കാണിക്കാൻ വേണ്ടി ചിലരെയൊക്കെ ഉപദ്രവിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലൊക്കെ യാത്രയൊക്കെ വന്ന് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇപ്പോഴും മലയാളികൾ നിങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, കേരളത്തിന് വേറൊരു രീതിയിലുള്ള രാഷ്ട്രീയ അടിസ്ഥാന ഇതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയൊക്കെയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നതല്ലേ ലോകത്തിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാ, ഇന്ത്യ ഒഴിച്ചു നിർത്തിയാൽ? ഒരു കാഴ്ചയിലാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ തരത്തിലും നമുക്ക് വീണ്ടും പോകണം എന്നൊക്കെ തോന്നാറുള്ള രാജ്യം? എനിക്ക് യൂറോപ്പ് ഇഷ്ടമാണ്, കാണാനും കാഴ്ച. USA നല്ലതാണ്. പക്ഷെ എനിക്ക് നമ്മൾ കണ്ടുപഠിക്കേണ്ട വളർച്ച ഉള്ള രാജ്യം എനിക്ക് ചെറുതേ രാജ്യങ്ങളിൽ തോന്നിയ ഒരു രാജ്യം വിയറ്റ്നാമാണ്. ഞാനതാണ് ഉദ്ദേശിച്ചത്, അത് പറയുന്നെങ്കിൽ തോന്നി. വിയറ്റ്നാം നമ്മൾ കണ്ടുപഠിക്കേണ്ട രാജ്യമാണ്. ഒരു ചെറിയ രാജ്യം, അവരുടെ ഒരു മനക്കരുത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പുരോഗതിയുണ്ട്. പിന്നെ ആ പുരോഗതിയോട് അവർ കാണിക്കുന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മളൊരാളവിടെ ചെല്ലുമ്പോൾ, ഒരു ബിസിനസ്സുകാരൻ ചെല്ലുമ്പോഴുള്ളൊരു അവർ നമ്മളോടുള്ളൊരു സമീപനമുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് വളരണമെന്ന ആഗ്രഹം ഭയങ്കര. വളരാനും ലോകത്തിൻ്റെ മാർക്കറ്റിലെ അവർക്ക് കയറണമെന്നും അവരുടെ പ്രൊഡക്റ്റ് വലുതാകണമെന്നും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവരുടെ സർക്കാരും ഒക്കെ നല്ലോണം പിന്തുണ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വിയറ്റ്നാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിയറ്റ്നാമിൽ പോകുന്നതാണ്, നമ്മുടെ ബയേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വിയറ്റ്നാമിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ത്യ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും നല്ല മീൻ വിഭവങ്ങൾ കിട്ടുന്ന രാജ്യം ഏതാണെന്ന് കണ്ടിരിക്കുന്നത്? പരീക്ഷിച്ച് നോക്കേണ്ട ഫിഷ് ഡിഷുകൾ യൂറോപ്പിൽ തന്നെയാണ്. ആണോ? അവർ കുറേ ഇമ്പോർട്ട് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, അറ്റ്ലാന്റിക് സാൽമൺ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സാധനം തന്നെയാണ് അല്ലേ? പക്ഷേ എങ്കിലും അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അതിപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ ചൈനയൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ല, അത് അവരുടെ ടേസ്റ്റ് അല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ കഴിച്ചു നോക്കാനും അവരുടെ പ്രിപ്പറേഷനും പറ്റിയൊരു സ്ഥലമാണ് ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ അവരുടെ ഒരു പ്രിപ്പറേഷൻ, ഒരു നാടൻ പ്രിപ്പറേഷൻ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു മലയാളിക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മളുടെ കേരം തെങ്ങും കേരള നാടെന്ന് പറയില്ലേ, നമ്മളെക്കാളും കൂടുതൽ തേങ്ങ തെങ്ങും, ഇതിനേക്കാളും കൂടുതൽ കേരം തെങ്ങി നിൽക്കുന്ന നാടത്. പച്ചപ്പും കൂടുതലുണ്ട്, അടയ്ക്കാമരവും തെങ്ങും ഒക്കെ ഇഷ്ടം പോലെ. അതെ, ഞാൻ അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒരു $50 കൊടുത്തിട്ട് ഒരു പറമ്പിൻ്റെ ടൂറുണ്ട് അവിടെ വിദേശികൾക്ക് വേണ്ടി. അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ കുടുംബസമേതം പോയതാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു പറമ്പിൽ ചെല്ലുന്ന പോലെ എല്ലാം കമുക്, എല്ലാ സാധനം. എന്നെ അവിടെ നിന്നൊരു കാറുകാരൻ എന്നോട് പറഞ്ഞേ ഒരു സാധനം ഞാൻ കാണിച്ചിട്ടാണ്. ഞങ്ങൾ കൊണ്ടുപോയി ഒരു കാടിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ തത്തിട്ട് മണം കേട്ടോ. അപ്പോൾ നല്ല മണം. അങ്ങനെ ഞാൻ ആ കാടിനകത്തോടി തുള്ളി നടന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പൂ കാണിച്ച്. ആ പൂ വിരിഞ്ഞതിൻ്റെയാണ് മണം. എന്നറിയാം, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, എന്താണ് ഭയങ്കര മണം. നിശാഗന്ധിയാണോ? അല്ലെന്നേ, ചെമ്പകം. അതിങ്ങനെ വിരിഞ്ഞ് നിന്നിട്ട് ആ കാടിൻ്റെ ആ പരിസരം മുഴുവൻ ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെപ്പോലും അതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് ഇപ്പോൾ വിയറ്റ്നാമിലൊക്കെ ഉള്ളത്. അവരുടെ കയ്യിലുള്ളത് എന്താണോ അതിനെ അവർ ബിസിനസ്സാക്കി മാറ്റുകയാണ്. ഇപ്പം നമ്മൾ UP കുംഭമേള നടക്കുന്നതാണ്. കുംഭമേള ഭക്തിയുടെ വഴിയായിരിക്കാം, ഭക്തിയുടെ മാർഗമായിരിക്കാം, അതൊക്കെ ആയിരിക്കും. പക്ഷേ UP സർക്കാർ അതിനെ പ്യുവർ ബിസിനസ്സായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇല്ലേ? അതിനെയൊക്കെയാണ് ഒരു ബിസിനസ്സുകാരൻ എന്നതിൽ ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ അതിനപ്പുറത്ത് ഭക്തിയും കാര്യങ്ങളായിരിക്കാം, അത് വേറൊരു വശം. പക്ഷേ അതുപോലത്തെ ഒത്തിരി അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പക്ഷേ നമ്മളതിനെ ബിസിനസ്സായി കാണാത്തത്, ബിസിനസ്സാക്കാൻ താല്പര്യമില്ലാത്തത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം കിടക്കണമുണ്ട്. അതിൽ നിന്നൊക്കെ മാറണം നമ്മൾ. കുംഭമേളയെ UP സർക്കാർ 2 ലക്ഷം കോടിയാണ് അവർ പ്രതീക്ഷിക്കുന്ന വരുമാനം. മനസ്സിലായി? ശരിയാണ്. കേരളത്തിൻ്റെ ഒരു 100 വർഷത്തെ ഒരു വരുമാനം. അതാണ് അവർ ആ ഒറ്റ കുംഭമേളയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അത്രയും വലിയ സാധനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ എന്തും അതിനെ ഭക്തിയുടെ മാർഗത്തിൽ വെച്ചോ, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വരുമാനത്തെ ഒരു ബിസിനസ്സാക്കി അതിനെ മാറ്റണ്ടേ നമ്മൾ. ചെറിയ കാര്യങ്ങൾ. വിയറ്റ്നാമിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ചെറിയ തോട്ടി കൂടി എന്നെ കൊണ്ടുപോയി. ഞങ്ങളെന്നല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു വള്ളത്തിൽ വെറുതെ ഒരു കുഞ്ഞു വള്ളം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്നു. ആ തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ എത്ര വൃത്തിയും മെനവെള്ളമൊന്നുമല്ല, വെറും ഒരു പൂഴിവെള്ളം. അതിനിടവഴി പോകുന്നു, കല്ല് കെട്ടിയിട്ട് പോലും ഇല്ല. അഴുക്കിനകത്തൂടിയൊക്കെ ആൾക്കാർക്ക് അത് മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് യാത്ര തീരും. $5 ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഒരു വെള്ളത്തെ 4-5 പേരുണ്ടാവും. $25 അവനെ ഒറ്റ. അത് അവനൊരു 10-15 പ്രാവശ്യം ആ ദിവസം പോകുന്നത്.
അതെ, മനസ്സിലായി. അങ്ങനത്തെ എത്രയോ അതിനേക്കാളും വലിയ എത്രയോ സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ തന്നെ $50 കൊടുത്ത് ഞാൻ എത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ട് വിയറ്റ്നാമിൽ. കപ്പയും മുളകുവാ. കപ്പയും മുളകും. അവിടെ ചെന്നപ്പോഴറിയുന്നത് ഇതാണ് സാധനം എന്നുള്ളത്. പിന്നെ അവരുടെ ഫോയുണ്ട്, ഫോയൊക്കെ നല്ല സാധനം. അതെ 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 അതെ. അപ്പോൾ ഈ യാത്രയിലെ കുടുംബത്തെ കൂട്ടാറുണ്ടോ സാധാരണ? ചിലപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ കുടുംബമായിട്ട് പോകും. എങ്ങനെയാണ് ഒരു ജീവിതചര്യ എന്താണ് ഒരു ദിവസത്തെ? നേരത്തെ ഞാൻ വായിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നത് വെച്ചാൽ രാവിലെ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് മീൻ വണ്ടി വരുന്നത് നോക്കി അവിടുത്തെ ബാങ്കിൻ്റെ തിണ്ണയിൽ കിടന്ന കഥകൾ അടക്കം കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ആ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ എന്താണ് ഒരു ദിവസത്തെ ഒരു ജീവിത രീതി? സാധാരണ പണ്ട് ഞാൻ പറയാം, അതൊരു 3 മണിക്കൂറേ ഞാനൊരു 10-16 വർഷം ഉറങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയവും കടപ്പുറത്തും അവിടെയൊക്കെ ആയിരിക്കും. അതിന് മാറി ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് യോഗയുണ്ട്. ഞാൻ എൻ്റെ ഒരു 19-20 വയസ്സ് തുടങ്ങിയതാണ് യോഗ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ എക്സസൈസ് ഉണ്ട് ആ കൂട്ടത്തിൽ. പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ് കാര്യമായ രീതിയിൽ. കാര്യമായ ദൈവവിശ്വാസിയാണ്. ആചാരങ്ങളുടെ പിന്നാലെ അല്ലാത്തൊരു ദൈവവിശ്വാസിയാണ്. ആചാരങ്ങൾക്ക് ഞാൻ അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നതിനെ നമുക്ക് 2-3 തരത്തിൽ വയ്ക്കാം. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി എന്ന ദൈവവിശ്വാസത്തിനപ്പുറത്ത് ദൈവവിശ്വാസം എനിക്ക് തരുന്നൊരു ബലമുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ എനിക്കൊരു പിൻബലം എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് നൽകുന്ന ഒരു ബലം, അതാണ് എൻ്റെ ദൈവവിശ്വാസം. അതിലാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. അല്ലാതെ ഞാനൊരു 24 മണിക്കൂറും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുകയും കുർബാന കേൾക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ദൈവവിശ്വാസമല്ല. അതിപ്പോൾ ഞാൻ പറയും, നമ്മൾ കേക്കർനാരനെ കുറിച്ച് പറയും. അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമെന്ന് പറയും. വേണമെങ്കിൽ അതിനെ പുറത്തുനിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനെ പോകണം, അവിടെ ചെന്ന് കിട്ടുക, അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അദ്ദേഹത്തിന് ആ ഒരു മാസത്തേക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അതിനെയാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. ആ പോസിറ്റീവ് സൈഡിനെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എനിക്കത് ഉണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. ഓഫീസിൽ രാവിലെ എത്തുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിൽ കേരളത്തിൽ ഓഫീസിൽ പോകും. അല്ലെ യാത്രയാണെങ്കിൽ എവിടെയാണ് അവിടുത്തെ ഓഫീസിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞാൽ വളരെ എളിയ നിലയിൽ തുടങ്ങി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 1200 കോടി വരെയൊക്കെ ടേൺ ഓവറുള്ള കമ്പനിയിൽ എത്തി നിൽക്കുന്നു. അതിനുശേഷം ഇപ്പം UAE-യിലൊക്കെ നമ്മൾ കാര്യമായ രീതിയിൽ ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് ഒരു അൾട്ടിമേറ്റ് എയിം? അതായത് ഈ ഒരു കമ്പനിയെ എവിടെ എത്തിക്കണം എന്നാണ് അൾട്ടിമേറ്റ് എയിമായിട്ട് മനസ്സിലുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞ രാജ്യങ്ങളില്ലേ, എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളാണ്. ഞാൻ യൂറോപ്പിലെ സ്പെയിനിൽ ബാഴ്സലോണയിൽ പോകാമെന്ന് വെച്ചു. ബാഴ്സലോണ പോകുമ്പോൾ ഞാൻ സാധനം മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം. ആ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഏതെങ്കിലും ഒരു തലത്തിൽ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാകണം എന്നാണ് സ്വപ്നം. USA ചെന്നാലും ഞാൻ USA പോകുന്നാലും അവിടെ ചെന്നാലും അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫ്രഷ് ടു ഹോം എന്നൊരു ബ്രാൻഡ് ഉണ്ടാകണം. അതിലേക്കാണ് നമ്മൾ ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ ആദ്യം ഞങ്ങളൊരു IPO-യിലേക്ക് വരാൻ നോക്കുന്നുണ്ട് 2 വർഷത്തിനുള്ളിൽ. പിന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ 8 കോ-ഫൗണ്ടേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടി ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം. ശരി. അപ്പം ഈ ഡൈവേഴ്സിഫൈ ചെയ്യാൻ താല്പര്യമില്ല? അതായത് നമ്മൾ ഫസ്റ്റ് ഹോം എന്നൊരു ബ്രാൻഡ് തന്നെ നിൽക്കുകയാണോ, അതോ മറ്റ് പല മേഖലകളിലേക്കൊക്കെ ആലോചനയുണ്ടോ? മറ്റ് മേഖലകൾ നമ്മൾ തോന്നുന്നത്. എൻ്റെ പാർട്ണർ ഷാനൊക്കെ, എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും ടെക്കാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്കിൻ്റെ സൈഡിലും വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അടുത്തൊരു മേഖലയിലേക്ക് ഞങ്ങൾ ടെക്കിലേക്ക് മാറാം. അത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഈ ടെക്നോളജി എന്ന് പറയുന്ന തലയിൽ കയറാത്ത ഒരു തലയാണ് എന്ന് കേട്ടു. ഇപ്പം എങ്ങനെയാണ് അതിലേക്കൊക്കെ കൂടുതലൊക്കെ എത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരു ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട് ഇപ്പോഴും. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ എന്നോട് പറയേ, വല്ല കടലിൻ്റെ അടിയിലെ സിനിമയോ അല്ലെ ബഗരാജ് സിനിമയൊക്കെ ചാച്ചന് മറ്റൊരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴും കടൽ വേണം. കടൽ, അതായത് അങ്ങനെ ഒരു ടെക്നോളജിയോട് നമുക്ക് ഭയങ്കര അങ്ങനെ അതുകൊണ്ടാണ് സിറ്റി ഹോം ഉണ്ടായത് തന്നെ. അങ്ങനെയാണ് ടെക്നോളജി കൂടി ഇതിനകത്ത് കൊണ്ടുവന്നുകൊണ്ടാണല്ലോ. അത്തരം ഒരു ടെക്നോളജിയോട് ഒരു താല്പര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അതെൻ്റെ ഒരു പോരായ്മയാണ്. ആ പോരായ്മയിൽ നിന്നാണ് സിറ്റി ഹോം പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ സിറ്റി ഹോമിനെ ഇപ്പോൾ എൻ്റെ പറഞ്ഞ ഷാൻ പോലെ ഒരു ടെക്നോളജി ഉസ്താദ് ആയിരുന്നെങ്കിൽ എൻ്റെ സിറ്റി ഹോം പൊട്ടിയല്ലായിരുന്നു. എനിക്കറിയായിരുന്നു സിറ്റി ഹോം എങ്ങനെയാണ് ഓരോ ദിവസം മാറേണ്ടിയിരുന്നത്. അങ്ങനത്തെ ഒരു ടെക്നോളജിയുടെ ഇഷ്ടമുണ്ടെങ്കിലും ഞാനിപ്പോഴും ടെക്നോളജിയിലൊരു വിവരമുള്ള ആളല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ആണല്ലേ? വാഹനങ്ങളുടെ കാര്യത്തിലോ? വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പൊതുവെ? അങ്ങനെയില്ല. ഞാൻ എൻ്റെ പൊതുവെ കാർ യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാർ ഏതെടുക്കുമെന്ന് നോക്കി നടന്നപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, സാർ ഇത്രയും വിഷമിക്കേണ്ട, അവിടെ 20 കിലോമീറ്റർ തെക്കോട്ടും 20 കിലോമീറ്റർ വടക്കോട്ടും പോകും, ഇത്ര വിഷമിച്ച് നോക്കണ്ടല്ല എന്ന് പറഞ്ഞു. കളിയാക്കിയതാണല്ലേ? ഞാൻ അവിടെ പോയി ഇപ്പം ഞാൻ ട്രിവാൻഡ്രം പോയി. ഞാൻ തിരുവനന്തപുരം ട്രെയിനിന് പോയി. ആണല്ലേ? അത് ശരി.
എന്താ കാർ യാത്രയിൽ നിന്നും എൻ്റെ പാർട്ട്നേഴ്സൊക്കെ എല്ലാവരും കാർ എടുത്ത് ഇവിടുന്ന് ബാംഗ്ലൂർ പോകും, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ പോകും, ഇവിടുന്ന് ആന്ധ്രയിൽ ഒക്കെ പോകും. എൻ്റെ ബ്രദറും അങ്ങനെ, അവൻ കാറിന് പോകും. പക്ഷെ എനിക്ക് കാർ യാത്രയോട് ഒട്ടും താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഡ്രൈവിങ് ഞാൻ സ്വന്തമായി ഡ്രൈവ് ചെയ്യും, പക്ഷെ അതിനും അത്ര ഒരു ക്രേസ് ഒന്നുമില്ല. ഇല്ല. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ആരാ എൻ്റെ ഉപദേശകൻ? ഇപ്പം എൻ്റെ മോനാണ്. ആണല്ലേ? മോൻ എന്ത് ചെയ്യും? മോനിപ്പോൾ MBA കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹോമിൽ പുള്ളി മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുന്നു. ശരി, തുടങ്ങി വെച്ചു. പിന്നെ ആരാ ഉള്ളത്? മോളാണ് മൂത്തത്. മോള് കല്യാണം കഴിഞ്ഞു. മോള് KPMG-ലായിരുന്നു. അവിടുന്ന് രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ലൈനിൽ ഇറങ്ങി. ഫസ്റ്റ് ക്രൈയുടെ മൂവാറ്റുപുഴയുടെ ഫ്രാഞ്ചൈസി അവളെടുത്ത് കുട്ടികളുടെ പുതിയ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ശരി. വൈഫ് ഇൻവോൾവ് ആണോ ബിസിനസ്സിൽ? വൈഫ്, ഞാൻ C2 ഹോം ആയിരുന്ന വൈഫായിരുന്നു. ഞങ്ങളുടെ ഈ ഏത് തരം കട്ട് വേണം, എങ്ങനെ വേണം ആൾക്കാർ കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നെല്ലാം തീരുമാനിക്കുന്ന അവളായിരുന്നു. കാരണം എനിക്ക് അതറിയില്ലല്ലോ, അത് എല്ലാം വൈഫായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ ഫ്രഷ് ഹോമായി ഇത്തരം ആൾക്കാരൊക്കെ ആയപ്പോൾ വൈഫ് കംപ്ലീറ്റ് ഒരു കുടുംബിനിയായി മാറി. ശരി. C2 ഹോമൊക്കെ ഉണ്ടാകാനുള്ള കാരണം വൈഫിൻ്റെ ഒരു ഇടപെടലുകളാണ്. അതെ, അത് ഞാൻ കേട്ടു. അതായത് ഈ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്താൽ പോരെ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് വന്നത്. അതൊക്കെ കേട്ടിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ അധികം ചോദിക്കാതെ, കാരണം എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് ഏതായാലും മറ്റൊരു കാര്യം തോന്നിയിരിക്കുന്നത്, ഒരു ഗംഭീര മോട്ടിവേഷണൽ സ്പീക്കറാണ് മാത്യു, അല്ലേ? അങ്ങനെ സ്വയം തോന്നിയിട്ടുണ്ടോ? അതായത് നമുക്ക് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കും ബിസിനസ് ചെയ്യണം, വിജയിക്കണം എന്നെനിക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു മോട്ടിവേഷൻ സംസാരത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ പല താഴ്ചകളും വന്നെങ്കിലും ഇപ്പോൾ ഈ എത്തിയേക്കുന്ന ഉയരം എന്ന് പറയുന്നത് ഈ നമുക്കും കൂടി അങ്ങനെ ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പീക്കറിന് രണ്ട് തരത്തിൽ മോട്ടിവേഷൻ പറയാം. ഒന്നുകിൽ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് നടക്കാം, അല്ലെങ്കിൽ ഞാനൊരു PhD ഒക്കെ എടുത്തിട്ട് ഞാൻ അതുപോലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒരു അധ്യാപനം. ഇത് രണ്ടുമല്ല. ഞാൻ ആൾക്കാരോട് പറയണത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. അതൊരു പക്ഷേ ഒരു ബിസിനസ് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ശരിയാകണമെന്ന് പോലും ഇല്ല, അല്ലേ? ഒരു യഥാർത്ഥ ബിസിനസ്സുകാരൻ അങ്ങനെ അല്ലായിരുന്നു, താൻ ചെയ്ത പോലെ അല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് വേണേൽ അവർക്ക് പറയാം. പക്ഷെ ഞാൻ കുട്ടികളോട് തുടങ്ങുമ്പോൾ പറയും, ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് തെറ്റാവാൻ ശരിയാവാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ്, അതിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങളാണ്. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. ഈ തെറ്റുകൾ ഇനിയും ചിലപ്പോൾ ആവർത്തിക്കപ്പെടാം, അല്ലേ? നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ അതേ തെറ്റ് വീണ്ടും പറ്റാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അതെൻ്റെ ഒരു ഞാൻ എപ്പോഴും ശീലമാക്കുന്നൊരു കാര്യം. ഒരു വസ്തുവിന് ഒരു തെറ്റ് എനിക്ക് പറ്റി, വീണ്ടും ഞാൻ അതേ തെറ്റിനെ ആവർത്തിക്കരുത് എന്ന് നിർബന്ധം ഉള്ള ഒരാളാണ്. അങ്ങനെ അത് മാത്രമേ ഞാൻ അതിനകത്ത് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ നോട്ടത്തിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ മാറുന്നത്. അതാണ് ഞാൻ കുട്ടികളോടായാലും ബിസിനസ് യൂണിറ്റുകളായാലും പറയുമ്പോൾ ഞാൻ പറയുന്നത്. പിന്നെ ഒരു പ്രസംഗിക്കുന്നൊരു ശൈലി എങ്ങനെ കിട്ടി? എൻ്റെ ചാച്ചനൊക്കെ ഒരുമാതിരി നല്ലോണം പ്രസംഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആദ്യം CLC എന്നൊരു സംഘടനയായിരുന്നു, ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. CLC-യിലൂടെയാണ് ഞാനൊരു പ്രാസംഗികനായി മാറിയത്. പ്രസംഗ മത്സരത്തിന് എനിക്ക് ഇഷ്ടംപോലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ശൈലി ഒരുപക്ഷെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ അനുഭവങ്ങളല്ല, വേറെ എവിടെ നിന്ന് വായിച്ചറിഞ്ഞോ കേട്ടതൊന്നും അല്ലല്ലോ. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു. ചില ഉപമകളൊക്കെ നല്ല രസകരമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടതിൽ പറയുന്നുണ്ടായിരുന്നു, കൈതപ്പുഴ കായലിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വയലാർ ജീവിച്ചിരുന്നത്. വയലാർ കായലിൻ്റെ ഭംഗി കണ്ടു, ഞാൻ അതിനകത്ത് മീൻ കണ്ടു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതൊക്കെ രസമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കത് വായനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇത്തരത്തിലുള്ള ഈ ശൈലികൾക്കൊക്കെ സഹായമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. കാരണം ഈ പറഞ്ഞല്ലോ, നമുക്കും ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും മാത്യുവിനെ പോലുള്ളവരോട് സംസാരിക്കുമ്പോൾ കിട്ടും. ഞാനൊന്നും ഒരു ബിസിനസ്സുകാരനല്ല എങ്കിൽ പോലും മാത്യുവിനെ പോലെ തന്നെ ഫാമിലിയിലും ബിസിനസ്സുകാരൊന്നുമില്ല എങ്കിലും ഞാൻ എപ്പോഴും വായിക്കുന്ന സക്സസ് സ്റ്റോറീസും ഒക്കെയാണ്. അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാകണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും വലിയ സന്തോഷം. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ, മാത്യു വരുമ്പോൾ എല്ലാവർക്കും നെയ്മീനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷ. പക്ഷെ അതൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അല്ലേ? ഞങ്ങൾ അങ്ങനെ ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ അങ്ങനെ വെറുതെ കൊടുത്താൽ അതിൻ്റെ വില പോകും, ആണല്ലേ? ഞങ്ങളുടെ നല്ല ബിസിനസ്സുകാരാണോ? ഞങ്ങളുടെ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്താൽ സാധനം കറക്റ്റ് വീട്ടിലെത്തും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നാൽ വിടുന്നതാണ്. സ്വന്തം പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഗിഫ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ വാഹന സംബന്ധിയായ ഒരു സാധനം തരുന്നത്, അത് വാഹനം വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്ന സാധനങ്ങളൊക്കെയാണ് തരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടല്ലെങ്കിലും ഡ്രൈവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. കേരളത്തിലെ പ്രശസ്തമായ കാർ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് റോഷോ, അവർ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം വാഹനം വൃത്തിയായിട്ട് സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈജുവിൽ നിന്ന് വാഹനമാണല്ലോ കിട്ടുന്നത്, എനിക്കറിയാം. വാഹന സംബന്ധിയ സാധനം കിട്ടുള്ളൂ. താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ സ്വപ്നം, ലോകത്ത് എവിടെ ചെന്നാലും സൂപ്പർ മാർക്കറ്റിൽ ഫ്രഷ് ഹോമിൻ്റെ ഒരു പ്രോഡക്റ്റ് കാണുന്ന ആ സ്വപ്നത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു.